ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ഞാൻ പഠിച്ച ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗിലാണ്. ഈ ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷം കഴിഞ്ഞു. അതിൻ്റെ ചെറിയൊരു ഫംഗ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 25 ബാച്ചിലെ പിള്ളേരെയും സ്റ്റുഡൻസിനെയും അവരോട് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഭൂരിഭാഗം ആൾക്കാരും വന്നിട്ടുണ്ട്. ഞാൻ 30th ബാച്ചാണ് ഇതിൽ. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവരവിടെ ഒരു വാൾ പേപ്പറിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു മരം ഉണ്ടാക്കുന്ന രീതിയിൽ. അപ്പോൾ ഞാനൊക്കെ അത് ചെയ്തു കേട്ടോ. ഞാൻ മാത്രമല്ല, അവിടെ വന്ന എല്ലാ സ്റ്റുഡൻസിനെ കൊണ്ട് അവരത് ചെയ്യിപ്പിച്ചു. അത് ലാസ്റ്റ് എല്ലാവരുടെ ഫിംഗർ പ്രിൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതായിരുന്നു പ്രോഗ്രാം നടന്ന സ്റ്റേജ്. ഈ സ്റ്റേജ് കാണുമ്പോൾ തന്നെ കുറേ മെമ്മറീസ് ഇങ്ങനെ ഓർമ്മ വരും. കാരണം എല്ലാ വർഷവും എന്തെങ്കിലും പ്രോഗ്രാംസിന് ഞങ്ങളുടെ ബാച്ചിലെ സ്റ്റുഡൻസ് എല്ലാവരും കയറുമായിരുന്നു. പിന്നെ ഇത്ര ആൾക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കുറേ പേരൊക്കെ വിദേശത്താണ്, എന്നാലും പറ്റാവുന്ന പരമാവധി ആളുകൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു കേട്ടോ തീം, ഓർമ്മത്തണലിൽ ഒരിക്കൽ കൂടി. ഈ ഫംഗ്ഷൻ ഇനാഗ്രേഷൻ നടത്തിയത് കോട്ടപ്പുറം രൂപത ബിഷപ്പായിരുന്നു. ഈ ഡാൻസ് കളിക്കുന്നത് ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് കേട്ടോ. അവരുടെ കുറേ പ്രോഗ്രാംസ് അവിടെ ഉണ്ടായിരുന്നു. കൂടാൻ ഒരിക്കൽ കൂടി അവസരം തന്ന സർവശക്തനായ ദൈവത്തിന് ആദ്യമേ തന്നെ നമുക്ക് നന്ദി പറയാം. സുഹൃത്തുക്കളെ, ഒരുപാട് ഓർമ്മകൾ ഓടിയെത്തുന്ന ഒരവസരത്തിനാണ് ഇന്നിവിടെ വേദി ഒരുങ്ങുന്നത്. 25 വർഷങ്ങളുടെ ഓർമ്മകൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുകയാണ്. ഓരോരുത്തർക്കും തങ്ങളുടെ കലാലയത്തെക്കുറിച്ച്, തങ്ങളുടെ നഴ്സിംഗ് പഠന കാലഘട്ടത്തിലെ അനുഭവങ്ങളൊക്കെ ഇന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടാകും. സമ്മിശ്രമായ വികാരങ്ങൾ നിറയുന്ന ഈ ഒരു അവസരത്തിൽ ഡോൺ ബോസ്കോ കുടുംബം ഇവിടെ നിന്ന് ഒരിക്കൽ പഠനം പൂർത്തിയാക്കി തങ്ങളുടെ ജീവിത മേഖലകളിലേക്ക് കടന്നുപോയ നിങ്ങളെവരെയും ഒരിക്കൽ കൂടെ ഔപചാരികമായി ഈ ഭവനത്തിലേക്ക് തിരികെ വിളിക്കുകയാണ്. ഞങ്ങളുടെ ആ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞ നിങ്ങൾക്കും, വിദൂരങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും, ലോകത്തിന്റെ ഏത് കോണിലായാലും ഞങ്ങളുടെ സ്നേഹവും നല്ല നമസ്കാരവും.
because to tell you that you are the students of Don Bosco School of Nursing. If I remember, I came here in 2008. 7th batch was just getting ready for graduation. Margaret is here, so it's right what I said. From that batch onwards, mostly almost all the students very personally I know. But first to 6th batch, I have known that acquainted with them. But let me tell you a big truth that more than these people, the first to 6th batch is very close to me now. Because most of them are in out, because every day I have to do some work for them for the process of going to Canada, going to UK, going to Germany, Italy. This is what is going on. So mostly every day I have some contact with all the students. Alone. Thank you. God bless you, all your endeavors and your family, your children, and all the work that you are doing. Thanks a lot. നമ്മളവിടെ ഇരുന്ന ചെയറിൻ്റെ അടിയിൽ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ കിട്ടുന്ന ആൾ ഒരു ലക്കി സ്റ്റുഡൻ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ചെറിയൊരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സീനിയറായിട്ട് പഠിച്ചൊരു സിസ്റ്ററിനാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ബാച്ച് വൈസ് എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ദേ അറ്റത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് കളറിൽ ചുരിദാറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എൻ്റെ ബാച്ചിൽ നിന്ന് ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വേറെ ബാച്ചിൻ്റെ കൂടെ നിന്നിട്ടായിരുന്നു ഫോട്ടോ എടുത്തത്. അവർക്കൊക്കെ തിരക്കും പിന്നെ കുറേ പേര് എബ്രോഡൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വരാനൊന്നും പറ്റിയില്ല. ഒരു നല്ലൊരു ഡേ ആയിരുന്നു, മെമ്മറബിൾ ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരെയും കാണാൻ പറ്റി. എൻ്റെ ബാച്ചിൽ കണ്ടില്ലേ, സീനിയേഴ്സിനും ജൂനിയേഴ്സിനും എല്ലാവരെയും കാണാൻ പറ്റി, സിസ്റ്റേഴ്സിനെയൊക്കെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് നോർമൽ ഫുഡായിരുന്നു. ചാറുകറി, ബീഫ്, പിന്നെന്താ ഒരു തോരൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ നിൽക്കുന്നത് എൻ്റെ പ്രിൻസിപ്പളും വാർഡനായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ സിസ്റ്റർ പ്രിയ എൻ്റെ പ്രിൻസിപ്പളായിരുന്നു. റൈറ്റ് സൈഡിലുള്ളത് സിസ്റ്റർ ലെനീറ്റ വാർഡനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എല്ലാവരുടെയും കൂടെ അടിച്ചു പൊളിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.